ഏകദേശം മാർച്ചൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ റംബൂട്ടാൻ പൂവിട്ട് കായ്ക്കാനായിട്ട് തുടങ്ങും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തവണത്തെ റംബൂട്ടാനെല്ലാം നമ്മൾ വിളവെടുത്തതിന് ശേഷം അടുത്ത തവണയും റംബൂട്ടാൻ ഇതിലും അധികമായിട്ട് കായ്ക്കാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഇത്തവണ നമ്മുടെ റംബൂട്ടാൻ കാര്യമായിട്ടുള്ള രീതിയിൽ കായ്ച്ചില്ലെങ്കിൽ പോലും അടുത്ത തവണ നിറയെ കായ്ക്കാനായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയം ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റംബൂട്ടാൻ നിറയെ പൂവിടാനും ഈ പൂവെല്ലാം തന്നെ കായായി മാറാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒത്തിരി വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത്, അതായത് നമ്മുടെ റംബൂട്ടാനെല്ലാം ഈ കായായി മാറുന്നൊരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് യാതൊരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ ഈ ഒരു സമയം റംബൂട്ടാനിൽ പ്രയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പൂവിടുന്നത് മുതൽ കായ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് കാണുന്ന ഒരു പ്രശ്നം കായ പൊഴിച്ചിലാണ്. കായപ്പൊഴിച്ചിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം. മണ്ണിൻ്റെ അസിഡിറ്റിയിൽ വ്യത്യാസം വരുമ്പോഴും കായപ്പൊഴിച്ചിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കായെല്ലാം വിളഞ്ഞ് പാകമാകുന്നത് വരെ അത്യാവശ്യം വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുമ്പോൾ ഓവറായിട്ടുള്ള രീതിയിൽ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒത്തിരി ആയിപ്പോയാലും കായപ്പൊഴിച്ചിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. അതായത് ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കായ പഴുത്ത് തുടങ്ങുന്ന സമയത്ത് കിളികളുടെയും അണ്ണാൻ്റെയൊക്കെ ശല്യം ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ റംബൂട്ടാൻ്റെ കായ പാകമാകുന്നത് വരെ മരം ഒരു വല ഉപയോഗിച്ച് കവർ ചെയ്തിടാം. അങ്ങനെ ഇത്തവണത്തെ റംബൂട്ടാനെല്ലാം നമ്മൾ വിളവെടുത്തതിന് ശേഷം അടുത്ത തവണയും ഇതിനധികമായിട്ട് റംബൂട്ടാൻ നമ്മുടെ മരത്തിലുണ്ടാവണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പ്രൂണിങ് തന്നെയാണ്. അത് നമുക്കിപ്പോൾ, അതായത് ഈ വിളവെടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രൂണിങ് നടത്താവുന്നതാണ്. അതായത് നമ്മൾ റംബൂട്ടാൻ വിളവെടുക്കുമ്പോൾ അതോടൊപ്പം ആ ഒരു ചെടി പ്രൂൺ ചെയ്തും കൂടി നിർത്തുകയാണെങ്കിൽ അടുത്ത തവണ നമുക്കിതിലധികമായിട്ട് റംബൂട്ടാൻ ആ ഒരു മരത്തിൽ നിന്നും കിട്ടും. വിളവെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുലയിലുള്ള എല്ലാ റംബൂട്ടാനും ഒരുപോലെ പഴുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ ഒരു കുല കമ്പോട് കൂടി തന്നെ മരത്തിൽ നിന്നും വേർപെടുത്തി എടുക്കണം. ഇനി ഒരു കമ്പിലുള്ള കുറച്ച് പഴങ്ങൾ മാത്രമേ അത് പഴുത്തിട്ടുള്ളൂ എങ്കിൽ ആ പഴുത്തത് മാത്രം നമ്മൾ എടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളവ പഴുത്തതിന് ശേഷം ആ ഒരു കമ്പോട് കൂടി തന്നെ ആ മരത്തിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കായ വിളവെടുക്കുന്നതെങ്കിൽ നമ്മുടെ മരത്തിന് ഒരു പ്രൂണിങ് കൂടി കിട്ടുകയാണ്. ഇതോടൊപ്പം തന്നെ ഉണങ്ങിയ കമ്പുകളും ആരോഗ്യമില്ലാത്ത കമ്പുകളും എല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളവെടുപ്പിനോടൊപ്പം തന്നെ നല്ലൊരു പ്രൂണിങ് കൂടി നമ്മുടെ ചെടിക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഭാഗത്ത് നിന്നെല്ലാം പുതിയ തളിർപ്പുകൾ വരികയും അടുത്ത തവണ ഇതിലെല്ലാം തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ഉൽപ്പാദനം കൂടുകയും ചെയ്യും. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് കമ്പുകളെല്ലാം നന്നായിട്ട് വെട്ടിയൊതുക്കി മരത്തിൻ്റെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്താനായിട്ട്. നമ്മൾ ചെടി പ്രൂൺ ചെയ്ത് നിർത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിനുശേഷം നമ്മൾ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം. കാര്യം ഇനി നമ്മുടെ ചെടിയിൽ നല്ല പുതിയ തളിർപ്പുകളൊക്കെ വരണം. അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ വളപ്രയോഗം നടത്താനായിട്ട്. പ്രത്യേകിച്ച് ജൈവ വളങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ വീട്ടിലെ ഇറച്ചിയൊക്കെ കഴുകുമ്പോഴുള്ള ആ ഒരു ചോര കലർന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ റംബൂട്ടാന്.
പിന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കുക, എങ്കിലും മാത്രമേ പുതിയ തളിർപ്പുകളൊക്കെ നന്നായിട്ട് വരുള്ളൂ. റംബൂട്ടാന് കീടരോഗബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജൂൺ ജൂലൈയോട് കൂടി തന്നെ നമ്മുടെ റംബൂട്ടാൻ്റെ വിളവെടുപ്പെല്ലാം കഴിയും. അപ്പം അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ അടുത്ത തവണയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും നന്നായിട്ട് കായ പിടിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.